ദാദാസാഹിബ് ഫാൽക്കെയുടെ രാജ ഹരിശ്ചന്ദ്രയുടെ പിറവി മുതൽ കൂട്ടി തുടങ്ങിയാൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഇപ്പോൾ 113 വയസ്സ് പ്രായമുണ്ട്. ഇവിടെ ഓരോ സംസ്ഥാനത്തിനും തനത് സിനിമാ നിർമ്മാണ ശൈലിയുണ്ട്, ആസ്വാദന രീതി. ഇവിടെ ഇതിഹാസങ്ങൾ പിറന്നിട്ടുണ്ട്, പാൻ ഇന്ത്യൻ ഗ്ലോബൽ സിനിമകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജുറാസിക് പാർക്കിലെ ഡിനോസറിനെ കണ്ടിട്ട് ഇന്ത്യൻ സിനിമാ പ്രേമി വാ പൊളിക്കുന്നു. കണ്ടു പഠിക്കേ എന്ന് നമ്മുടെ സിനിമാക്കാരോട് പറയുന്നു. ഹോളിവുഡിനൊപ്പം ഇന്ത്യൻ സിനിമകളിലെ VFX ഉയരുന്നില്ല എന്ന് പരിതപിക്കുന്നു. അടുത്തിറങ്ങിയ രാമായണ സിനിമയുടെ ട്രെയിലർ കണ്ട് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇതെന്താ സീരിയലാണോ എന്നാണ്. കാസ്റ്റിങ്ങും പെർഫോമൻസും മാത്രമല്ല അവരെ ചൊടിപ്പിച്ചത്, VFX കൂടിയാണ്. അതെ, സിനിമാ പ്രേമികൾ കടുത്ത നിരാശയിലാണ്. ഇരുപത് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഒരു ഹോളിവുഡ് ചിത്രമെടുക്കാം, മെട്രിക്സ്. ഇന്നത്തെ 500 കോടി രൂപയിലധികം ബഡ്ജറ്റുള്ള പല ഇന്ത്യൻ സിനിമകളെക്കാളും ലൈഫ് ഈ ചിത്രത്തിലെ ദൃശ്യങ്ങൾക്കുണ്ട്. അവരൊക്കെ വലിയ ബഡ്ജറ്റിലല്ലേ പടം എടുക്കുന്നത്, നമുക്ക് അത്രയും മുടക്കാനുണ്ടോ എന്നാകും ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ബഡ്ജറ്റ് VFX മോശമാകുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ബഡ്ജറ്റിൻ്റെ ഈ അഭാവത്തെ പറ്റിയാണ്. ശരിയാണ്, ബഡ്ജറ്റിൽ അജഗജാന്തരമുണ്ട്. പക്ഷേ VFX മോശമാകാൻ അതാണ് കാരണമെന്ന് പറയുന്നത് തെറ്റായ ന്യായീകരണമാണ്. ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിൽ VFXനായി മാത്രം മാറ്റിവെക്കുന്ന 50 കോടിയോ 100 കോടിയോ അത്ര കുറഞ്ഞ തുകയല്ല. വിശേഷിച്ചും ഇവിടെ തൊഴിൽ ചെലവ് കുറവാണെന്നിരിക്കെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആർട്ടിസ്റ്റുകളെ ഉൾക്കൊള്ളിച്ച് പടം ചെയ്യാൻ ഇന്ത്യയിലെ ബഡ്ജറ്റ് കൊണ്ട് സാധിക്കും. എന്നിട്ടും 500 കോടിയിലധികം ബഡ്ജറ്റിൽ ഇറങ്ങിയ ആദിപുരുഷ് എങ്ങനെ ട്രോളായിപ്പോയി എന്നല്ലേ കാര്യം. ടെക്നോളജിയോ പണമോ മാത്രമല്ല VFXനെ മികച്ചതാക്കുന്നത്. പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗതയേറിയ കമ്പ്യൂട്ടറുകൾ വാങ്ങാം, സോഫ്റ്റ്വെയറുകൾ വാങ്ങാം. പക്ഷേ പ്രീ പ്രൊഡക്ഷൻ പ്ലാനിങ്ങോ ക്രിയേറ്റിവിറ്റിയോ ആർട്ടിസ്റ്റിക് വിഷനോ വാങ്ങാൻ പറ്റില്ല. അവിടെയാണ് ആദിപുരുഷ് പോലുള്ള ചിത്രങ്ങൾക്ക് പിഴയ്ക്കുന്നത്. ഇന്ത്യയിൽ 500 കോടി ബഡ്ജറ്റിൽ ഒരു ചിത്രം പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക. ഈ തുകയുടെ നല്ലൊരു ശതമാനവും VFX വിഭാഗത്തിലേക്ക് എത്തുന്നതേയില്ല. ബജറ്റിന്റെ ഭൂരിഭാഗവും ഷൂട്ട് തുടങ്ങും മുൻപ് തന്നെ താരങ്ങളുടെ പ്രതിഫല തുകയായി മാറിയിട്ടുണ്ടാകും. ബാക്കി തുക കൊണ്ട് വേണം ഇവിടെ ബ്രഹ്മാണ്ഡ ചിത്രം എടുക്കാൻ. ഹോളിവുഡിലാണെങ്കിലോ വലിയ തുക പ്രതിഫലമായി വാങ്ങി തന്നെയാണ് അവിടെയും താരങ്ങൾ അഭിനയിക്കുന്നത്. പക്ഷേ സിനിമയുടെ ബഡ്ജറ്റിൽ ഒരു ഭാഗം അവർ VFXനും പോസ്റ്റ് പ്രൊഡക്ഷനുമായി മാറ്റിവെക്കും. മിച്ചമുണ്ടെങ്കിൽ മെച്ചപ്പെടുത്താം എന്നതല്ല അവിടുത്തെ രീതി. ഇനി നല്ലൊരു തുക VFXനായി മാറ്റിവെച്ചു എന്നിരിക്കട്ടെ. അതിന് മേൽനോട്ടം വഹിക്കുന്ന ആൾക്ക്, സംവിധായകന്, നിർമ്മാതാവിന് ആർട്ടിസ്റ്റിക്കായി വിഷൻ ഇല്ലെങ്കിൽ എത്ര പണം മുടക്കിയാലും VFX കോമഡിയാകും. ഇവിടെ കോടികൾ മുടക്കി ഇന്ത്യയിലെ വലിയ സ്റ്റുഡിയോകൾ നിർമ്മിക്കുന്ന പല സീനുകളെക്കാൾ എത്രയോ മികച്ചതാണ് ചില ഇന്ത്യ ആർട്ടിസ്റ്റുകൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന വർക്കുകൾ. സിനിമയിൽ VFX ചെയ്യുമ്പോൾ അതിനൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാകണം. ചുറ്റുമുള്ള ലോകത്തിൻ്റെ ഘടന അറിഞ്ഞിരിക്കണം. അതിപ്പോൾ ചലന നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന സിനിമകളാണെങ്കിൽ കൂടി നിരീക്ഷണ ബുദ്ധിയില്ലാതെ കാര്യം നടക്കില്ല. എങ്ങനെ ഒരു വസ്തുവിൽ തട്ടി വെളിച്ചം പ്രതിഫലിക്കുന്നു എന്നതിലെങ്കിലും ധാരണയുണ്ടാകണം. അല്ലാത്തപക്ഷം VFX രംഗങ്ങൾക്ക് ജീവനുണ്ടാകില്ല. ഇന്ത്യയിൽ ഇറങ്ങുന്ന ബഹുഭൂരിപക്ഷം സിനിമകളിലും VFX ചത്ത അവസ്ഥയിലാണ്. നമ്മളിതിനെ ലാഘവത്തോടെയാണ് കാണുന്നത്. ഗ്രീൻ സ്ക്രീനിൽ ഇങ്ങനെ വെറുതെ ഫൂട്ടേജുകൾ എടുത്തുകൂട്ടും. ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനിൽ പിടിക്കാമെന്നാണ് ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ നിർമ്മാതാക്കളുടെ പോലും ചിന്ത. അതായത് അടിത്തറയ്ക്ക് ഉറപ്പില്ലാതെയാണ് കെട്ടിടം പണി. അവിടെയും അവസാനിക്കുന്നില്ല. നടനും നിർമ്മാതാവും കൈ കൊടുക്കുമ്പോൾ തന്നെ ഒരു റിലീസ് തീയതിയും അങ്ങ് പ്രഖ്യാപിക്കും. ഈ ദീപാവലി സൂപ്പർ സ്റ്റാറിനൊപ്പം ഉടൻ തിയേറ്ററുകൾ പറഞ്ഞുറപ്പിക്കും. പിന്നെ ആ തീയതിയിൽ പടം ഇറക്കാനുള്ള പാച്ചിലാകും. പോസ്റ്റ് പ്രൊഡക്ഷനിൽ ശരിയാക്കാമെന്ന മൈൻഡ് സെറ്റിലേക്ക് സംവിധായകൻ എത്തുന്നത് ഈ സമ്മർദ്ദം കാരണമാണ്. മാർക്കറ്റിൻ്റെ ഈ പ്രഷർ സ്വാഭാവികമായും എഡിറ്റിലേക്ക് നീളും. എഡിറ്റ് ലോക്ക് ചെയ്യാൻ ചിലപ്പോൾ വൈകിയെന്നും ഇരിക്കും. അതോടെ VFXനുള്ള സമയം പിന്നെയും ചുരുങ്ങും. ആർട്ടിസ്റ്റുകളുടെ മുകളിൽ ഒരു ഡെഡ് ലൈൻ ക്ലോക്ക് ഇങ്ങനെ ടിക് ടിക് വെച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ചേരുമ്പോൾ VFX കുളമാകും. പ്രീമിയർ ഷോ കഴിയുമ്പോൾ ബഡ്ജറ്റിന്റെ സിംഹഭാവം ഭക്ഷിച്ച നായകൻ ഡേ കം ടു മൈ റൂം എന്ന് സംവിധായകനോട് അലറും. നമുക്ക് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, സംവിധാനവുമുണ്ട്. പ്രാക്ടിക്കൽ എഫക്റ്റ് കൊണ്ട് അമ്പരിപ്പിക്കുന്നവരുണ്ട് നമ്മുടെ സിനിമയിൽ. ഇവിടെ തുമ്പാടും ജല്ലിക്കെട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സോക്കോൾഡ് മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമ, അതായത് എല്ലാ വിഭവങ്ങളും ലഭ്യമായ കൂട്ടർ ഇത് വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ഡ്യൂൺ, ഇന്റർസ്റ്റെല്ലാർ, ടെനന്റ് എന്നിങ്ങനെ പല ഹോളിവുഡ് ചിത്രങ്ങളുടെയും VFXന് പിന്നിൽ ഇന്ത്യൻ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ ഇവിടെ ഈ വിഷ്വൽ മാജിക് സംഭവിക്കുന്നില്ല. കൃത്യമായ പ്ലാനിങ്ങും സമയവും കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരന് ലോകോത്തരമായ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ ലോകോത്തരം തന്നവർ തന്നെ സീരിയൽ വൈബ് തരും. ഡ്യൂണിന്റെ VFXന് പിന്നിൽ പ്രവർത്തിച്ച ഡബിൾ നെഗറ്റീവാണ് രാമായണ VFX ചെയ്തിരിക്കുന്നതെന്ന കാര്യം ഓർക്കണം.
ഒരു ഇതിഹാസത്തെ വെള്ളിത്തിരയിലേക്ക് എത്തിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ സാധിക്കണം. അത് രാമായണയിൽ ഇല്ലെന്നാണ് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. ഈ ഇൻ്റർപ്രിട്ടേഷൻ്റെ അഭാവം നമ്മളെ വളരെ പിന്നിലേക്ക് വലിക്കും. അത് VFXൽ പിടിക്കാൻ പറ്റില്ല. കോടികൾ വാങ്ങിയ താരങ്ങളുടെ വിധി എയറിൽ പോകാനാണെങ്കിൽ അവർ എയറിൽ പോവുക തന്നെ ചെയ്യും.